രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. ഒളിവിലുള്ള രാഹുലിനെ കണ്ടെത്താൻ ഓരോ ജില്ലകളിലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അതേസമയം പരാതി നൽകിയ യുവതിക്ക് എതിരെ സൈബർ അധിക്ഷേപം നടത്തിയ കേസിൽ സന്ദീപ് വാര്യർ അടക്കമുള്ള പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യും. കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ വിവരങ്ങളുമായി ദേവിക തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ദേവിക, ഇതിൽ ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. പ്രധാനമായും ഈ രാഹുലിനെ കണ്ടുകിട്ടിയിട്ടില്ല, ഇപ്പോഴും കാണാമറയത്ത്. പോലീസിൻ്റെ അന്വേഷണം അത്ര ഊർജിതമല്ല എന്നാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മോശം പരാമർശം നടത്തിയ എന്ന കേസിലാണ്. സന്ദീപ് വാര്യറും ഇതിൽ ഒരു തരത്തിൽ അകപ്പെടുകയാണ്. ഈ കേസ് നടപടികൾ എങ്ങനെയാണ്? രാഹുലിൻ്റെ കാര്യത്തിൽ എന്താണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം? പാലക്കാട് ഉണ്ടെന്ന് പറയുന്നു, തിരുവനന്തപുരത്ത് എത്തിയെന്ന് പറയുന്നു. ഒരു വ്യാജ വാർത്തകളായി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പോലീസ് ഒളിപ്പിക്കുകയാണോ, അതോ പിടിക്കാൻ മടിക്കുകയാണോ, അതോ ഇപ്പോഴും കാണാമറയത്ത് ഒളിച്ചിരിക്കുകയാണോ രാഹുൽ? രാജേഷ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും ഈ ജാമ്യാപേക്ഷ ഡിസംബർ 3 പരിഗണിക്കാനിരിക്കെ അതിനു മുൻപ് ഈ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് മുന്നോടിയായി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരമാവധി എത്രത്തോളം തെളിവുകൾ ശേഖരിക്കാനാകുമോ അത്രത്തോളം തെളിവുകൾ ശേഖരിക്കുക എന്നതിലാണ് ഇത്തരത്തിൽ പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുന്നത്. അതുമാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വല വിരിക്കുന്നുണ്ട്. രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയെന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. അതെല്ലാം പോലീസ് സേന പാടെ നിഷേധിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം ഈ രാഹുലിനെ പാലക്കാട്ടെ കുന്നത്തൂർമേടുള്ള ഫ്ളാറ്റിൽ ഉൾപ്പെടെ പോലീസ് പ്രത്യേക പരിശോധന നടത്തിയിരുന്നു. പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കാരണം വലിയ ആരോപണങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത്. അത് മാത്രമല്ല, ഈ അന്വേഷണ സംഘത്തിനെതിരെയും ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇത്രയും ദിവസമായിട്ടും പിടിയിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലും പ്രത്യേക അന്വേഷണ സംഘത്തിനെ ഇത്തരത്തിൽ പോലീസ് സേന വിന്യസിച്ചിട്ടുണ്ട്. രാഹുലിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയാണ്. ഈ പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്നും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നുവെങ്കിലും ആ ഒരു പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന സമയത്തുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇത് മാത്രമല്ല, തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലും കഴിഞ്ഞ ദിവസത്തിൽ ഇത്തരത്തിൽ പരിശോധന നടന്നിരുന്നു. രാഹുലിന്റെ ഉറ്റ സുഹൃത്തുക്കളിലേക്കും ഈ ഇത്തരത്തിൽ പരിശോധന നീളുന്നുണ്ട്. ഈ ജോബി എന്ന് പറയുന്നയാളാണ് ഇത്തരത്തിൽ ഈ യുവതിക്ക് ഗർഭചിത്രം നടത്താനുള്ള മരുന്നുകൾ കൈമാറിയത്. ആ മരുന്നുകൾ ഗർഭിണി ആയിരിക്കും 3 മാസം ഗർഭിണിയായിരിക്കെ നൽകുന്ന മരുന്ന് 7 ആഴ്ച ഗർഭിണിയായിരിക്കും മാത്രം കഴിക്കാവുന്ന മരുന്നാണ് നൽകിയത്. അതാണ് ഈ യുവതിയെ അതീവ ഗുരുതരമായിട്ടുള്ള രക്തസ്രാവത്തിലേക്ക് എത്തിച്ചത്. അതെല്ലാം ഈ ഡോക്ടർമാരുടെ മൊഴി കഴിഞ്ഞ ദിവസം SIT സ്വീകരിച്ചിരുന്നു. അപ്പോൾ അവരോട് ഡോക്ടർമാർ മൊഴി നൽകിയതും യുവതിയുടെ ആരോപണങ്ങൾ ശരിയാണ്, ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ യുവതി നേരിട്ടിരുന്നു എന്ന നിർണായക മൊഴി തന്നെയാണ് ഡോക്ടർമാർ നൽകിയത്. എന്തായാലും ആ വിഷയത്തിൽ അന്വേഷണം ഊർജിതമാവുകയാണ്. അതേസമയമാണ് ഈ സമൂഹ മാധ്യമ ഹാൻഡിലുകളിലൂടെ ഈ ഇരയായ യുവതിക്കെതിരെ ശക്തമായിട്ടുള്ള സൈബർ അധിക്ഷേപം നടക്കുന്നത്. ആ പരാതിയിൽ ശക്തമായിട്ടുള്ള നടപടിയുമായി സൈബർ പോലീസ് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പരസ്യമായി ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരുന്നത്. രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സന്ദീപ് വാര്യർ ഉൾപ്പെടെ 6 പ്രതികളാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമ ഹാൻഡിലുകളിലൂടെ യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവച്ചു എന്ന കേസിൽ ഇപ്പോൾ നിലവിൽ പ്രതി ചേർത്തിട്ടുള്ളത്. മറ്റുള്ളവരെയും ഇന്ന് തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, വ്യക്തിത്വം വെളിപ്പെടുത്തൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ദുരുപയോഗം അടക്കമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചേർത്തിട്ടുള്ളത്. ഏകദേശം 2 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത്. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജേഷ്.